ഷിരൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ദീപക് മലയമ്മ ചേരുന്നു. ദീപക് മലയമ്മ, ഇപ്പോൾ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ 6 അംഗ ദൗത്യ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ കൊടുക്കാനുള്ള വിവരങ്ങൾ? പതിവിലും നേരത്തെ ഈ നേവിയുടെയും NDRFിൻ്റെയും ഒക്കെ സംഘങ്ങൾ ഗംഗാവലി പുഴയിൽ ഇറങ്ങി തെരച്ചിൽ തുടങ്ങിയോ? അരുൺകുമാർ, ഇപ്പോൾ SDRFിൻ്റെ സംഘമാണ് ഈ മൺതിട്ടയ്ക്ക് അരികിലുള്ളത്. അവരവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ 6 അംഗ സംഘം ആ നിലയ്ക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ടീമുകൾ, അതായത് നേവിയുടെ ടീമടക്കം ഈ മേഖലയിലേക്ക് പൂർണ്ണ സജ്ജരായി എത്തേണ്ടതുണ്ട്. അവർ സ്വാഭാവികമായും അല്പസമയം കഴിയുന്നതോടുകൂടി മാത്രമാണ് ഈ മേഖലയിലേക്ക് എത്തുക. കാരണം രാവിലെ തന്നെ അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് പോകാനുള്ള സാധ്യത തുലം തുച്ഛമാണ്. അവിടേക്ക് ഇനിയിപ്പോൾ പോണ്ടൂണുകൾ എത്തിക്കണം, അത് അവിടെ ക്രമീകരിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ജലത്തിന് അടിയിലേക്ക് ഡൈവ് ചെയ്ത് പോയി ഉള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷേ അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരുക്കേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ 6 അംഗ സംഘമാണ് നിലവിൽ ഗംഗാവലിയിലുള്ളത്. അവിടെ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഈ പൊണ്ടൂണുകൾ എത്തിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ മേഖലകളിൽ ഘടിപ്പിച്ച് നിർത്താൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകളും ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇങ്ങോട്ട് ഈ സമയം വരെ ശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു പ്രതികൂല കാലാവസ്ഥ എന്ന് പറയാവുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോഴും ഗംഗാവലിയിലെ കുത്തൊഴുക്ക് പ്രശ്നം തന്നെയാണ്. അത് അതിജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. ശരിയാണ് ദീപക്, പണ്ട് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ലോകവും പ്രകൃതിയുമെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും. 10-11 ദിവസത്തെ വലിയ പരീക്ഷണങ്ങൾക്ക് ശേഷം പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇനി കുറച്ചു നേരം പെയ്യുന്നില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറയുന്നത് പോലെയാണല്ലേ കാലാവസ്ഥ. രാത്രിയിലും ഇന്നലെ കാര്യമായ മഴ പെയ്തിരുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പുഴയിലെ നീരൊഴുക്ക് കുറവാണ്. വേണ്ടി വന്നാൽ നേവിക്ക് ഇറങ്ങാൻ പാകുന്ന തരത്തിൽ 3 നോട്ട്സോളം 3-4 നോട്ട്സോളം പുഴയിലെ ഒഴുക്ക് കുറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ ദീപക്? ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ അങ്കോല, ഒപ്പം തന്നെ ഷിരൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ ഇല്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഈ പശ്ചിമഘട്ട മലനിരകളിൽ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായും നമുക്ക് ഈ ഷിരൂർ ഉൾപ്പെടെയുള്ള ഗംഗാവലിയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കുത്തൊഴുക്ക് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇനിയിപ്പോൾ നടക്കേണ്ടതുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ പോലും ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്നലെ മുതൽ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പോണ്ടൂണുകൾ എത്തിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴുമുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആ പോണ്ടൂണുകൾ ഇതുവരെ ഈ ഒരു മേഖലയിലേക്ക് പൂർണ്ണതോതിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഷിരൂർ ബോർഡർ പിന്നിട്ടു എന്നുള്ള വിവരം മാത്രമാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. അത് ഏത് സമയത്തേക്ക് എത്തും, ഒപ്പം തന്നെ എങ്ങനെയായിരിക്കും അത് അവിടെ സജ്ജീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് വന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ തന്നെ അതിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എക്സ്കവേറ്റേഴ്സ് കയറ്റുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ്. അത്രത്തോളം വെയിറ്റ് ഒരു പോണ്ടൂണിന് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡൈവേഴ്സിന് അതിന് തൊട്ടടുത്ത് ഒരു പോസ്റ്റ് സ്ഥാപിച്ചതിന് ശേഷം അതുവഴി താഴേക്ക് അതിൽ പിടിച്ച് താഴേക്ക് പോകാൻ ഉതകുന്ന തരത്തിലുള്ള ക്രമീകരണമായിരിക്കും ഒരുക്കുക. അവരവിടെ എത്തി കാര്യങ്ങൾ കൃത്യമായി കാണുകയും നിരീക്ഷിക്കുകയും അതിൽ നിന്നുള്ള ഈ പറയുന്ന എക്സ്കവേറ്ററിനൊന്നും ഈ ചെറിയ ഹിറ്റാച്ചിക്ക് പോലും കയറാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ആ ഭാരം, ആ ഒഴുക്കിൽ ഇപ്പോൾ നിലവിൽ കൊണ്ടുവരുന്ന പോണ്ടൂണിന് തടയാൻ കഴിയില്ല. അതായത് പോണ്ടൂണിന് അത്ര ശേഷിയില്ലാത്തതാണല്ലേ. സാധാരണ വലിയ പോണ്ടൂണുകളൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, അതിൽ എക്സ്കവേറ്ററൊക്കെ കയറ്റാറുണ്ട്. പക്ഷേ എക്സ്കവേറ്ററുകൾ ഈ പോണ്ടൂണിന് താങ്ങി നിർത്താൻ കഴിയില്ല. ഇല്ല, അത്രത്തോളം വെയിറ്റ് താങ്ങി നിർത്താൻ കഴിയുന്നതല്ല കിട്ടിയിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ അരുൺ ഉൾപ്പെടെ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യം. ശരി, നമുക്ക് വാർത്ത ഷിരൂരിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഓക്കെ, കറക്റ്റ്, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് എന്തായാലും പോണ്ടൂൺ ഇറക്കിയതിന് ശേഷമുള്ള പരിശോധനയായിരിക്കും തുടരുക. ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും ഒപ്പം അർജുൻ കല്യാടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വബീർ ഫൈസി അടക്കമുള്ള നമ്മുടെ വാർത്താ സംഘവും തത്സമയം പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകാനായി നമ്മളുടെ ഫീൽഡിൽ നിന്ന് തന്നെ ഇന്നും സജ്ജമാണ്.